ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിൻ്റെ നിദ്രയിലും ഊണിലും ഉറക്കിലും അദ്ദേഹത്തിൻ്റെ ഉച്ഛ്വാസ നിശ്വാസങ്ങളിലും ചലനങ്ങളിലും അദ്ദേഹം ദിനേന പങ്കെടുക്കുന്ന ഡസൻ കണക്കിന് പരിപാടികളിലൊക്കെ പറയുന്നത് പിണറായി വിരുദ്ധതയും LDF വിരുദ്ധതയും CPM-ന്റെ ഭരണത്തിനെതിരായ കാര്യങ്ങളുമാണ്. അല്ലാതെ ഇനിയിപ്പോൾ അൻവറിൻ്റെ വീട്ടിൽ പോയിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണോ അൻവറിൻ്റെ സംശയം എന്നെനിക്കറിയില്ല. ഇത്തരത്തിലൊക്കെയുള്ള PV അൻവറിൻ്റെ പരാമർശങ്ങളെയൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി നിലമ്പൂരിലെ ജനം കാണുമെന്നുള്ള MV ഗോവിന്ദനെ 2 മാസം മുൻപ് കണ്ടെന്ന് പറയുന്ന ആക്ഷേപത്തിലൂടെയുള്ള മറുപടി ശ്രീ നൗഷാദ് അലി. എനിക്കറിയില്ല MV ഗോവിന്ദനെ കണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ഇയാളിങ്ങനെ പലതും വല്ല പേക്കിനാവുകൾ പറയുന്നതിനൊന്നും ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. MV ഗോവിന്ദൻ ആര്യാടൻ ഷൗക്കത്ത് എന്തിനു പോയി കാണണം? ഇനി MV ഗോവിന്ദൻ ആര്യാടൻ ഷൗക്കത്തിനെ വന്ന് കണ്ടതാണോ എന്ന് അതും എനിക്കറിയില്ല. ഇത്തരത്തിലൊക്കെയുള്ള ബാലിശമായ കാര്യങ്ങൾ എന്തിനു കണ്ടു, ആര് കണ്ടു, എപ്പോൾ കണ്ടു, ഇദ്ദേഹം ആരാ, മറ്റേ പാപ്പരാസി വല്ലതുമാണോ? കണ്ടതും പോയതും ഒക്കെ വല്ല കുളിക്കണവിലൊക്കെ എത്തി നോക്കും പോലെ അവിടെ കണ്ടു ഇവിടെ കണ്ടു. ഇതൊക്കെ എന്ത് നിലവാരമില്ലാത്ത കാര്യങ്ങളാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ആര്യാടൻ മുഹമ്മദിന്റെ രാഷ്ട്രീയ ലെഗസിയും ആര്യാടൻ ഷൗക്കത്ത് നാളിതുവരെ 24 മണിക്കൂറും 365 ദിവസവും CPM-നും പിണറായിക്കും സർക്കാരിനുമെതിരെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. VV പ്രകാശിനേറ്റ തോൽവി അല്ല, അതിനു മുൻപ് ആ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കണമെന്ന ആര്യാടൻ ഷൗക്കത്തിന്റെ ആശയ്ക്ക് സംഭവിച്ച ഭംഗം, അതിന് പിന്നീട് നിങ്ങൾ പരിഹാരമായി കണ്ടത് DCC അധ്യക്ഷ സ്ഥാനം. അവിടെ പ്രകാശ് തോൽക്കുന്ന സ്ഥിതി വന്നു. അതിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ പങ്ക് എത്രമാത്രം എന്നത് ആ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. നിങ്ങളുടെ പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾക്കിടയിൽ ആ കാര്യത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായതാണ്. ഇനി അതിനെല്ലാം അപ്പുറത്ത് പിന്നെ ജോയിയിലേക്ക് വരുമ്പോൾ വീണ്ടും ആര്യാടൻ ഷൗക്കത്തിന് മുറുമുറുപ്പ്. ആര്യാടൻ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരിലുള്ള, ആര്യാടൻ ഷൗക്കത്ത് ആര്യാടന്റെ പേരിലുള്ള ഒരു ട്രസ്റ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പാർട്ടിയെ വെല്ലുവിളിക്കുന്ന നില അല്ലേ? പിന്നീട് വഴിപ്പെടുന്ന സാഹചര്യം, CPM അദ്ദേഹത്തെ പരിപാടികൾക്ക് ക്ഷണിക്കുന്ന സാഹചര്യം, ഇതൊക്കെ കണ്ടതല്ലേ? എൻ്റെ വേണു, ഇവിടെ നമ്മുടെ രാഷ്ട്രീയത്തിൽ ആളുകൾ പലതരത്തിലുള്ള നിലപാടുകൾ പല കാലങ്ങളിൽ പല സാഹചര്യങ്ങൾക്കനുസരിച്ച് എടുക്കും. അതൊക്കെ നിങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അല്ല, അൻവർ അത് ചൂണ്ടിക്കാട്ടിയാൽ അൻവർ പാപ്പരാസി, പേക്കിനാവ്, പിന്നെന്താ കുളിക്കടവിലെത്തി നോക്കൽ, ഇതൊക്കെ ചെയ്യുന്ന ഷൗക്കത്തിന്റെ കാര്യത്തിൽ അങ്ങയുടെ അഭിപ്രായം എന്താ? ഓരോരോ സന്ദർഭത്തിൽ ഓരോരോ നിലപാട് അല്ല അല്ലല്ലല്ലല്ല വേണു, എനിക്ക് നിങ്ങൾ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ള ഒരു സമയം കൂടി നിങ്ങൾ അനുവദിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ പിണറായി വിജയനും അച്യുതാനന്ദനും തമ്മിൽ ഒരു 10-15 കൊല്ലം എന്തൊക്കെ പോരാട്ടങ്ങളും പരസ്പര പോർവിളികളും, പിന്നെ പിണറായി വിജയനെതിരായ കേസ് പിന്നെ സുപ്രീം കോടതിയിൽ പോയിട്ട് പിന്നെ അപ്പീൽ കൊടുക്കലും ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി സമ്പാദിക്കലുമായിട്ട് എന്തൊക്കെ യുദ്ധങ്ങൾ നടന്നു. എന്താ രണ്ടുപേരും CPM അല്ലായിരുന്നോ? പാർട്ടികളിലൊക്കെ പല കാലങ്ങളിൽ ആശയപരമായും വ്യക്തിപരമായും ഒക്കെ വിയോജിപ്പുകൾ എല്ലാവരും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് സ്വാതന്ത്ര്യ പൂർവ്വകാലത്ത് കോൺഗ്രസിലുണ്ട്, സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസിലുണ്ട്. അതൊന്നും കോൺഗ്രസ് ആശയത്തിന് വിരുദ്ധരായതുകൊണ്ട് ഉണ്ടാകുന്നതല്ല. അതൊക്കെ മാനുഷികമായി സംഭവിക്കുന്ന കാര്യമാണ്.